ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പം നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം, ഒരു ടോർക്ക് കൺവേർട്ടർ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, അതായത് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ഡ്രൈവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്നിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള സ്കോഡ സ്ലാവിയയുടെ 1 ലിറ്റർ ടോർക്ക് കൺവേർട്ടർ എഞ്ചിനാണ് ഞാനിപ്പം ഡ്രൈവ് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു ഗിയർ ബോക്സ് ഞാൻ ഡി മോഡിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡി അല്ലെങ്കിൽ സ്പോർട്സ് മോഡ് അഥവാ എസ് മോഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഞാൻ ഡി മോഡിൽ തന്നെയാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാഹനത്തിന് മൈലേജ് കിട്ടുന്നില്ല, അഥവാ ഒരു ടോർക്ക് കൺവേർട്ടർ യൂസ് ചെയ്യുന്നവർക്ക് മൈലേജ് വളരെ കുറവാണെന്ന് പറയുന്നത് ശരിയാണോ? ഒരുവിധം ശരിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് കൺവേർട്ടർ അത്യാവശ്യം അതിൻ്റെ പവർ ഗെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഗിയർ ബോക്സിൽ നിന്ന് ഔട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ചേറെ പവർ നമുക്ക് ലോസ് സംഭവിക്കുന്നുണ്ട്. അത് തെറ്റ് പറയാനില്ല. പക്ഷെ അവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉള്ളതാണെങ്കിൽ കഴിവതും നമ്മൾ കൂടുതൽ റേസ് ചെയ്യാതെ പാഡിൽ ഷിഫ്റ്റേഴ്സിൻ്റെ പ്ലസ് അപ്ലൈ ചെയ്ത് ഗിയേഴ്സ് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചോണം. ഇത് ഞാൻ മൈലേജ് കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രം പറഞ്ഞിരുന്ന ഐഡിയ ആണ്. അല്ലാത്തവർക്ക് സാധാരണ രീതിക്ക് ഡ്രൈവ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒരുപാട് ആക്സിലറേറ്റ് ചെയ്യാതെ നോക്കുക. ഇപ്പം നമ്മുടെ വാഹനത്തിൻ്റെ RPM നോക്കാനാണെങ്കിൽ തന്നെ നമുക്കിവിടെ RPM കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു 2000 RPM താഴെയാണ് കൂടുതലും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. 2000 തൊട്ട് 2500 RPM വരെ പോകാം. ആ ഒരു റേഞ്ച് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ വലിയൊരു മൈലേജ് ലോസ് ഉണ്ടാകുന്നില്ല. എന്നാൽ ഒരു 3000 ആ റേഞ്ചിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മൈലേജ് നല്ല രീതിക്ക് ഡ്രോപ്പ് വരുന്നുണ്ട്. അങ്ങനെ മൈലേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നുള്ളതുകൊണ്ടാണ് നമുക്ക് പലരും ഈ വാഹനത്തിന് മൈലേജ് ഇല്ലെന്ന് പറയുന്നത്. അത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇനിഷ്യൽ സ്റ്റേജിൽ നിന്ന് ഈ വാഹനത്തിൻ്റെ സ്പീഡ് പിക്കപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ ത്രോട്ടിൽ ചെയ്യുന്നുള്ളതുകൊണ്ട് വലിയ ബെനിഫിറ്റ് കിട്ടാനില്ല. എന്നാൽ അങ്ങനെ ചെയ്യുന്നുണ്ട് സ്പീഡ് പെട്ടെന്ന് ഗെയിൻ ചെയ്യും, ഇല്ലെന്നല്ല. പക്ഷേ എന്നാലും ഗ്രാജുവലായിട്ടാണ് നമ്മൾ ആ സ്പീഡ് ഗെയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗ്രാജുവലായിട്ടുള്ള രീതിക്ക് ഫ്യൂൽ അവിടെ ബേണിങ് നടക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം നല്ല രീതിക്ക് ഫ്യൂൽ കത്തും, നല്ല മൈലേജ് ലോസും നമുക്ക് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ടോർക്ക് കൺവേർട്ടറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ ഗ്രാജുവലായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാതെ, ടോർക്ക് കൺവേർട്ടറിന് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഒരു CVT ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ CVTയിലേക്ക് നമുക്ക് കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്യും. ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും അതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ ഗ്രാജുവലായിട്ടാണ് നിങ്ങൾ ആക്സലറേറ്റ് ചെയ്യുന്നതെങ്കിൽ വളരെ ഗ്രാജുവലായിട്ട് തന്നെ സ്പീഡും ഗെയിൻ ചെയ്യും, മൈലേജ് നല്ല രീതിക്ക് കിട്ടും. CVTക്കാണോ ടോർക്ക് കൺവേർട്ടറിനാണോ മൈലേജ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു CVTക്ക് തന്നെയാണ് നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്നത്. കാരണം ടോർക്ക് കൺവേർട്ടറിന് കമ്പാരിറ്റീവ്ലി മൈലേജ് കുറവാണ്. ആ ഒരു പവർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി, അഥവാ എഞ്ചിനിൽ നിന്ന് വരുന്ന ആ റൊട്ടേഷൻ അല്ലെങ്കിൽ ആ റോട്ടറി മോഷനെ കറക്കി കൊണ്ടുവന്ന് വേണം ഔട്ട്പുട്ട് കൊടുക്കാൻ. അപ്പോൾ അവിടെ കുറേ നമുക്ക് പവർ ലോസ് ടോർക്ക് കൺവേർട്ടറിൽ സംഭവിക്കുന്നുണ്ട്. ആ ഒരു ലോസ് നമുക്ക് ഒരിക്കലും ഒരു CVTയിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് എപ്പോഴും നല്ലൊരു ഗിയർ ബോക്സ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു മൈലേജ് കിട്ടുന്ന ഒരു ഗിയർ ബോക്സ് ചെയ്തെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഒരു CVT തന്നെയാണ് നല്ലതെന്ന്. നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനം ഏതാണ്? നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് വാഹനമാണെങ്കിൽ അത് ഏതാണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ഇട്ടേക്കുക.